34ാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം ഇങ്ങനെ ഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു മിടുക്കനാണ്. പങ്കെടുത്ത 4 ഐറ്റത്തിലും അതിൽ എ ഗ്രേഡ് നേടി, ഒരു ഐറ്റത്തിൽ 1ാം സമ്മാനവും നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മിടുക്കനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം. മോൻ്റെ പേരെന്താ? എൻ്റെ പേര് കാർത്തികേയൻ. കാർത്തികേയൻ, അടിപൊളി നെയിമൊക്കെ ആണല്ലോ. ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? ഞാൻ സംസ്കൃത പദ്യം ചൊല്ലൽ, സംസ്കൃത ലളിതഗാനം, സംസ്കൃത സംഘഗാനം, വന്ദേമാതരം, പിന്നെ പ്രശ്നോത്തരി. ഓക്കെ, അപ്പോൾ ഏതിലാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? സംസ്കൃത ലളിതഗാനത്തിലാണ്. സംസ്കൃതം ലളിതഗാനത്തിലാണ്. കൂടെ പാടാൻ വേറെ കുട്ടികളുണ്ടായില്ല? സംഘഗാനം സംഘഗാനത്തിലുണ്ടായിരുന്നോ? അപ്പോൾ അതാണ് ഒരു ഡ്രസ് കോഡ്, ഇതാണോ അല്ലേ ഡ്രസ് കോഡ്? ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലബാർ ടൈംസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് പാടാമോ ലളിതഗാനം? ആ ഗോപികേ ഗോപാലികേ ഗോപപാലാരാധികേ ഗോപികേ ഗോപാലികേ ഗോപപാലാരാധികേ ത്വന്മുഖീ ദൃശ്യത്തെ കിന്നു പരിഭവലാഞ്ജനം. താങ്ക് യു. അപ്പോൾ ഇതാണല്ലേ പാടിയിട്ടുണ്ടായിരുന്നത്. ആരാണിത് പഠിപ്പിച്ചത്? എൻ്റെ പ്രിയ ടീച്ചറായ ജീജ ടീച്ചറാണ്. ജിജ ടീച്ചറാണ്. ടീച്ചർ ഭയങ്കര സപ്പോർട്ടാണല്ലേ? ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർ ഭയങ്കര സപ്പോർട്ടുമാണ്. ടീച്ചർ ഏതാണ്, സംസ്കൃതമാണോ പഠിക്കുന്നത്? സംസ്കൃതമാണ് സബ്ജക്റ്റ് ടീച്ചർ. അപ്പോൾ സംസ്കൃതമാണോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്? ആ, സംസ്കൃതമാണല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണോ ഈ പങ്കെടുത്ത അധിക ഐറ്റത്തിലും സംസ്കൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസുകൾ പങ്കെടുക്കാനുള്ള റീസൺ? എങ്ങനെ? അതുകൊണ്ടാണോ പങ്കെടുത്ത അധിക ഐറ്റംസിലും സംസ്കൃതവുമായി ബന്ധപ്പെട്ട സംസ്കൃതം പദ്യം ചൊല്ലല്, അങ്ങനെ ഒത്തിരി സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്? സംസ്കൃതം കൊണ്ടുള്ളൊരു ഇഷ്ടം കാരണം ജീജ ടീച്ചർ എന്നെ വലിയ ചേർത്തിയതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയ ടീച്ചറോടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ മലപ്പുറം ജില്ലയെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് ലെവലിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് മിടുക്കൻ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഉണ്ടാകില്ലേ ഒരു പ്രിയപ്പെട്ട അധ്യാപകരെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അത്തരത്തിൽ മോൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് സംസ്കൃത ടീച്ചർ. അപ്പോൾ എന്തായാലും ടീച്ചർക്കും അതുപോലെ തന്നെ മോനും സ്കൂളിനും എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു.